ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് 3 റെസിപ്പികളാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുക്ക്ഡ് സാലഡും അതുപോലെ തന്നെ നല്ലൊരു മിൽക്ക് ഷേക്കും കൂടെ തന്നെ മിക്സിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാപ്പുച്ചിനോയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് സാലഡ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ പയർ എടുത്തിട്ടുണ്ട്. വൻപയറാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ വൻപയർ നമുക്ക് കുക്കറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ്. ഇതൊന്ന് വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാനിപ്പോൾ ഒരു 2 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയം തന്നെ നമ്മുടെ ഈ പയറിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. എങ്കിൽ മാത്രമേ പയറിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ച് വരുള്ളൂ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ പയർ വേവിച്ചെടുക്കാനായിട്ട് പ്രസ്റ്റീജിൻ്റെ പുതിയൊരു കുക്കറാണ് കേട്ടോ. ഫ്ലിപ്പ് ഓൺ കുക്കർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമുക്കിങ്ങനെ ചെറിയ 2 വിരൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാനും പറ്റും, ഓപ്പൺ ചെയ്യാനും പറ്റും. ഇതുപോലെ നമ്മുടെ ഈ പയർ വേകാനായിട്ട് ഒരു 4 വിസിലാണ് ആവശ്യമായിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു 4 വിസിൽ വരട്ടെ. ഇപ്പോൾ ഇതിൽ ഒരു 4 വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുറക്കാൻ ശ്രമിച്ചാൽ തുറക്കില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് ഇത് ഈ ഒരു നോവ് ഉണ്ടല്ലോ, ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ തുറക്കാൻ ശ്രമിച്ചാൽ ഇത് തുറക്കാൻ വേണ്ടി പറ്റില്ല. ഈ കംപ്ലീറ്റ് പ്രഷറും പോകുമ്പോഴത്തേക്ക് അതൊന്ന് താഴ്ന്ന് കിട്ടും. അതിനുശേഷം മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സേഫ്റ്റി ആയിട്ടുള്ള ഒരു കുക്കറാണ് കേട്ടോ. എന്നാൽ ശരി, ഇതെല്ലാം അങ്ങനെ ഇരുന്ന പ്രഷർ കംപ്ലീറ്റ് ഒന്ന് പോയി കിട്ടട്ടെ. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. കൂടെ തന്നെ ഉണ്ടായിരുന്ന മുകളിലേക്ക് പൊങ്ങി നിന്ന നോബും താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പയറെല്ലാം നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ട് ഈ പയർ മാത്രം നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പയർ ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി. അപ്പോൾ ഇതിലേക്ക് ഈ സവാളയൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 2 ചെറിയ തക്കാളി എടുത്തിട്ട് അതിനുള്ളിലുള്ള ആ ഒരു സീഡ്സൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ തക്കാളിയാണ്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ വേണ്ടതാണ് ഇതുപോലെ ഒരു പച്ചമുളകിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, അതും കൂടി. ഇനി വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു പുളിക്ക് അനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരല്പം മാത്രം ഉപ്പും കൂടി. നമ്മൾ നേരത്തെ പയർ വേവിക്കാൻ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മുടെ ഈ നാരങ്ങ നീരും നമ്മുടെ ഈ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി കുക്ക് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഡയറ്റിലൊക്കെ ഉള്ളവർക്ക് നല്ല സൂപ്പറായിട്ട് വയറ് ഫുള്ളാകാനും അതേപോലെ തന്നെ നന്നായിട്ട് പ്രോട്ടീനൊക്കെ കിട്ടാനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സാലഡാണ്. ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് നല്ലൊരു കോഫി മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രസ്റ്റീജിൻ്റെ എൻഡ്യൂറ മിക്സർ ഗ്രൈൻഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. 6 ജാറോട് കൂടി വരുന്നതാണ്. കൂടെ തന്നെ ചപ്പാത്തിക്ക് കുഴയ്ക്കാനും പറ്റുന്ന ഒരു ജാറ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് ജാറിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടയായിട്ടുള്ള 1/2 ലിറ്റർ പാലാണ് കേട്ടോ. അപ്പോൾ അത് ചേർക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു 4-5 ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6 അണ്ടിപ്പരിപ്പും കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറയെ കോഫി പൗഡറും കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ നമ്മൾ ഈന്തപ്പഴം എല്ലാം ഒന്ന് അരഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തേക്കണം. നല്ല ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാ ഈന്തപ്പഴവും നല്ലതുപോലെ ഒന്ന് അടിഞ്ഞു കിട്ടും.
അപ്പോൾ നമ്മുടെ കോഫി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് പകർന്നു കൊടുക്കാം. ഇതിന് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം കോഫി പൗഡറും കൂടി ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കോഫി മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. ഇനി നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് മിക്സിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാപ്പുച്ചീനോയാണ്. അപ്പോൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറ് വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡറാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഒന്ന് പ്രത്യേകം എടുത്തേക്കണം. അതല്ലാതെ നമ്മുടെ ഫിൽറ്റർ കോഫി ഉണ്ടല്ലോ, ആ ഒരു കോഫി പൗഡറിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല പൗഡർ പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് പൊടി ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പലരുടെയും വീട്ടിലെ ഐസ് ക്യൂബ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ചിലപ്പം വലിപ്പം കൂടുതലായിരിക്കും, കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരേ ഒരു ക്യൂബ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം 2 ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൂസായി പോകും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ ഐസ് ക്യൂബ്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം ഫസ്റ്റ് സ്പീഡിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇത്രയും ക്രീമി ആയിട്ടാണ് നമ്മുടെ ഈ കോഫി മിക്സ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യുന്ന കോഫി കപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വന്നിട്ട് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ളതാണ്. ഇനി എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കരുത്. ആവശ്യമായിട്ടുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല ചൂട് തിളയ്ക്കുന്ന പാലും കൂടിയാണ്. പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ക്യാപ്പുച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരല്പം കോഫി പൗഡർ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ ഒരു ഡിസൈനും കിട്ടും. ഉറപ്പായിട്ടും ക്യാപ്പുച്ചിനോയെ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. നിങ്ങൾക്ക് ഈ 3 റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഉറപ്പായിട്ടും ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.